ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, എന്താ പറയുക, സത്യം പറഞ്ഞാൽ എന്ത് പറയണം, എങ്ങനെ തുടങ്ങണം എന്നെനിക്ക് യാതൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം എക്സൈറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. ഒരുപാട് വർഷത്തെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഒരു ഡ്രീം ബൈക്ക് എന്നത്. അപ്പോൾ ചിലവർക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ കമ്പനിയിൽ കണ്ടവർക്ക് ഏതാണ് വണ്ടി എന്നുള്ളതൊക്കെ. ഒത്തിരിയധികം സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ചലഞ്ചസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നടന്നില്ല. ഒരുപാട് ഞാൻ പ്രയത്നിച്ചു, പക്ഷേ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾ വന്ന് അതങ്ങനെ എന്താ പറയുക, ആ ഒരു പ്ലാന് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഐ കം ബാക്ക് വിത്ത് എ ന്യൂ പ്ലാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര എക്സൈറ്റ്മെൻറ്റിലായതുകൊണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ചാനലിൽ നല്ല അടിപൊളി ട്രാവൽ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. അത് ഞാൻ ഇപ്പോഴേ പറയാം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അങ്ങോട്ടേക്ക് എൻ്റെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം എനിക്ക് പറയാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോട്ടെ. വണ്ടിക്ക് അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി കാണിച്ചു തരാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വണ്ടിയുടെ റിവ്യൂവും അതേപോലെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ട്രാവൽ വീഡിയോ ഒക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കുറേ കാലമായി നമ്മുടെ നാട്ടിൽ ബസ്സിൽ പോയിട്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബസ്സിൽ പോകാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതായത് കൂത്തുപറമ്പ് ടു തലശ്ശേരി എന്നാണ് നമ്മൾ പോകുന്നത്. നീ ബൈക്കിലാണോ വരുന്നത്? അതെ, അവൻ ബൈക്കിൽ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു വെറൈറ്റിക്ക് നമുക്ക് ബസ്സിന് പോവാം. അതൊരു രസമല്ലേ. നമ്മളെ കണ്ണൂരിലെ ബസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമാണ്. കുറച്ച് നൊസ്റ്റാളജി സാധനങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. പാട്ട് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ തലശ്ശേരി എത്തി. അപ്പോൾ അമ്മയും അനിയനും എത്തിയിട്ടില്ല. അതൊക്കെ കഥകൾ, വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ അടുത്ത് അത് പറയാം. നമ്മുടെ തലശ്ശേരി ബസ് സ്റ്റാൻഡ് ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ ഷോറൂമിലേക്ക് പോകും. ഓക്കെ, സോ ഗൈസ്, ഫൈനലി നമ്മുടെ ഡോമിനാർ നമ്മൾ എടുത്ത്. സോ ഗൈസ്, അങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ സ്വന്തം ഡോമിനാർ, ബജാജ് ഡോമിനാർ 400. യെസ്, അപ്പോൾ വണ്ടി ഞാൻ എടുത്തിരിക്കുകയാണ്. സോ ഗൈസ്, ഇതാ നമ്മുടെ ഡോമിനാർ 400 എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തതാ. എത്രയോ വർഷത്തെ എൻ്റെ കാത്തിരിപ്പിന് ശേഷം വണ്ടി വീട്ടിലെത്തിയിരിക്കുകയാണ്. വണ്ടിയുടെ കൂടുതൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺ. ഓക്കെ, എൻ്റെ ബാംഗ്ലൂരേക്ക് തിരിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് ഇനിയിപ്പോൾ നടക്കൂല. സോ നമ്മൾ ട്യൂസ്ഡേ മോർണിംഗ് പോകേണ്ട പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ നിങ്ങളടുത്ത് വഴിയിൽ പറയാം എന്തുകൊണ്ടാണ് പ്ലാൻ മാറ്റിയതെന്നൊക്കെ. അപ്പോൾ ഒഫീഷ്യലി ഞാൻ പറയുന്നത്, നമ്മുടെ ചാനൽ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ്ലി ട്രാവൽ വ്ളോഗ് എന്നുള്ള രീതിയിൽ മാറും. അത് എന്താ പറയുക, അതായത് കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒഫീഷ്യലി അധികം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. സോ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോ. വണ്ടി അടിപൊളിയാ. എവിടുന്ന് നീ വരുന്ന കണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്ന കണ്ടായിരുന്നു. സൗണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. സൗണ്ട് കേട്ടോ എൻ്റെ അടിപൊളി സൗണ്ടാ. നമ്മളെ വണ്ടി കണ്ടിട്ട് ആദ്യമായിട്ട് വന്നൊരു ചെറുക്കനാണത്. ഓക്കെ, ഇനി അങ്ങോട്ടേക്കും ഇതേപോലെ നമ്മുടെ വണ്ടിയും നമ്മുടെ വ്ളോഗും ഒക്കെ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ.
സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇനിയിപ്പം എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ ഇനി കൂടുതൽ ഇനിയിപ്പം എൻ്റെ ഫോണിൽ ഇപ്പം നിറഞ്ഞു കിടക്കുകയാണ് ഗൈസ് ഈ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ ഫോണിൽ. ഇനി ഒരുപാട് ഷോർട്സ് എടുക്കാനുണ്ട്, ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. സോ ഗൈസ് എല്ലാ വീഡിയോസും ഞാൻ ഇപ്പോഴേ പറയണം, മോസ്റ്റ്ലി എല്ലാ റീൽസും ഷോർട്സും ആയിരിക്കും ഉണ്ടാവുന്നത്. ഐ മീൻ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. വണ്ടിയുടെ ഷോർട്സും കാര്യങ്ങളും ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഫോളോ ചെയ്ത് തരും. കാരണം അതിനകത്തായിരിക്കും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഇനി അങ്ങോട്ടേക്ക്, ട്രിപ്പിൻ്റെ കാര്യമായിക്കോട്ടെ എല്ലാം. അപ്പം എല്ലാം ഉണ്ടാവും, കുറച്ച് ടൈം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്ന് ഞാനൊന്ന് വണ്ടിയുടെ ഒന്നാമത് നമ്മുടെ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും ഒക്കെ ഉണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഒന്ന് കൃത്യമായിട്ടൊന്ന് റവ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വണ്ടി ഞാനുമായിട്ട് ഒരു ലിങ്കായിട്ട് നമുക്ക് നമ്മുടെ ട്രിപ്പ് തുടങ്ങണം ഗൈസ്. ഓക്കെ, വണ്ടി ഒന്ന് പൂജിക്കാൻ കൊണ്ടുപോകണം. അതിന് മുന്നേ വണ്ടി ചെറുതായി ഒന്ന് കഴുകണം. അതിന് ശേഷം വണ്ടി പൂജിക്കാൻ ഇന്ന് ചിലപ്പം പോവുമായിരിക്കും. ഇന്ന് തന്നെ പോയിട്ട് പൂജിക്കും. പിന്നെ നമുക്ക് ബാംഗ്ലൂരിൽ വന്നിട്ട് അവിടെ നിന്നൊന്ന് വണ്ടി പൂജിക്കാനുണ്ട്. നമ്മുടെ അവിടെ ഒരു അയ്യപ്പ സ്വാമി ക്ഷേത്രമുണ്ട്, അവിടെയും പോയിട്ടൊന്ന് ചെയ്യണം. ഓക്കെ, അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്.